റോയൽ എൻഫീൽഡ് ഹണ്ടർ സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണിത്. ഈ വീഡിയോ ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ മലയോര ഹൈവേയിൽ കൂടി ചില ഭാഗങ്ങളിൽ കൂടി വണ്ടി ഓടിച്ച് കിട്ടിയ ഫീലും അങ്ങനെ ഉണ്ടായ അനുഭവങ്ങളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ സമീപകാലത്ത് കൃത്യമാണെങ്കിൽ പറയാം ഒരു 6-7 വർഷമായിട്ട് ഒരുപാട് യാത്രകളൊന്നും ചെയ്യാൻ പറ്റാതെ ഒതുങ്ങിക്കൂടി ജോലി, വീട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നടക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വന്നുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. എങ്കിലും മറ്റ് ലോങ് യാത്രകളൊന്നും പറ്റിയില്ലെങ്കിലും ആവുന്ന ചെറിയ യാത്രയാണെങ്കിലും ചെയ്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുകയാണ് ഞാനിപ്പോൾ. വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് ക്യാമറ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ചെസ്റ്റ് മൗണ്ടിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം കേരളത്തിൽ ഹെൽമെറ്റിൽ ക്യാമറ വെക്കാൻ അലോഡല്ല, നിയമം മൂലം നിരോധിച്ചാണ്. അതുകൊണ്ട് ഈ ക്യാമറ വിപണിയിൽ കിട്ടാവുന്ന ഏറ്റവും വില കുറഞ്ഞ ക്യാമറയിലൊന്നാണ്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ക്വാളിറ്റിയിൽ ഇഷ്യൂസ് ഉണ്ടാകും. അത് ആരും കാര്യമാക്കരുതെന്ന് അതിന് തന്നെ പറയുന്നു. വണ്ടി വന്നതിന് ശേഷം അധികം ബ്രേക്ക് എടുക്കാതെ ഒരു 70 കിലോമീറ്റർ തുടർച്ചയായി ഓടിച്ച ഒരു റൈഡാണിത്. ഇതിലാണ് ശരിക്കും വണ്ടിയുടെ ഫീൽ എനിക്ക് അറിയാൻ പറ്റിയത്. ആ ഫീൽ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൃത്യമായിട്ട് എനിക്ക് എന്തൊക്കെയാണ് അനുഭവങ്ങൾ ഉണ്ടായത്, എൻ്റെ പോസിറ്റീവ് ആദ്യമേ തന്നെ എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂയാണ്. നല്ല കയറ്റങ്ങളൊക്കെ കയറി കഴിയുമ്പോൾ പെട്ടെന്ന് കാലിൽ നമുക്ക് ഹീറ്റ് അറിയാനുണ്ട്. പക്ഷേ കുറച്ച് ദൂരം ഓടി കഴിയുമ്പോൾ വീണ്ടും അത് തണുത്ത് നോർമലാകുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്ന ട്രാഫിക്കിൽ ഓടുമ്പോൾ തന്നെയാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഞാൻ ഈ 70 കിലോമീറ്റർ കണ്ടിന്യൂസ് തന്നെയാണ് ഓടിച്ചത്. ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുത്തിട്ടേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വണ്ടിയുടെ ഹീറ്റിംഗ് ഇഷ്യൂസൊക്കെ കുറച്ച് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റി. അപ്പം നമ്മൾ ഓവർ സ്പീഡൊന്നും പോകാതെ ഒരു 60, 55, 60, 70 റേഞ്ചിലൊക്കെ പോവുകയാണെങ്കിൽ അധികം ഹീറ്റിംഗ് അനുഭവപ്പെടുന്നില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ പറയേണ്ടതാണ് വണ്ടിയുടെ പവർ ഡെലിവറി. 350cc ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പവറുണ്ട്. എങ്കിലും എനിക്ക് നമ്മളെ അങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നുള്ളൊരു പവറായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ കയറിപ്പോവുള്ളൂ. ഒരു ഭയങ്കര സ്പോർട്സ് ബൈക്കിൻ്റെ പവർ അങ്ങനെ തെറിച്ച് പോകുന്ന പോലെയൊന്നും തോന്നില്ല. എന്തായാലും ഒരു നല്ല ടോർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കയറ്റങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ കയറി പോകുന്നുണ്ട്. ചെറിയ റഫ് റോഡിലൊക്കെ പോകുമ്പോഴായാലും നമുക്ക് അത് കയറ്റങ്ങളാണെങ്കിലും കയറി പോകുന്നുണ്ട്. ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ ഞാൻ സോളോ റൈഡാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നിനെ വെച്ച് കഴിയുമ്പം എങ്ങനെയാണെന്നുള്ളത് അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അത് ചിലപ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുണ്ടായേക്കാം. പിന്നെ അടുത്തത് എനിക്ക് തോന്നിയ വണ്ടിയുടെ കംഫർട്ടാണ്. ഈ 70 കിലോമീറ്റർ വൺ സൈഡ് ഓടിച്ചിട്ടും എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള നടുവേദനകളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇറങ്ങാൻ തോന്നിയിട്ടില്ല. കുറച്ചുകൂടി ദൂരം കൂടെ മുന്നോട്ട് പോകാനായിരുന്നു തോന്നിയത്. പക്ഷേ ഞാൻ ഇതിന് മൈലേജ് ടെസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നുകൊണ്ട് ഏതാണ്ട് അപ്രോക്സിമേറ്റ് മൈലേജ് കിട്ടുന്നത് കൂടെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു റൂട്ട് തന്നെ തിരഞ്ഞെടുത്ത്. അതും കൂടെയൊക്കെ ഉണ്ടാകുന്നുണ്ട് ഞാൻ തിരിച്ചു വരികയാണ് ചെയ്തത്. അടുത്ത കാര്യം എനിക്ക് തോന്നി ബ്രേക്കിംഗ് എഫിഷ്യൻസിയാണ്. അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് പവർ ഉണ്ട്, വണ്ടിക്ക് പിടിച്ചാൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഞാൻ 80-ലോ 90-ലൊന്നും പോയിട്ട് ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. എങ്കിലേ എനിക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഞാൻ മാക്സിമം എടുത്ത് 65-നും 70-നും ഇടയ്ക്കുള്ളത് അത് 1-2 കിലോമീറ്റർ മാത്രമേ ആ ദൂരം പോയിട്ടുള്ളൂ. സ്ട്രേറ്റ് റോഡ് ഒരുപാടുണ്ടായിരുന്നില്ല. കാരണം ഹിൽ ഹൈവേ മുഴുവൻ വളവും കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ തന്നെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പോകാത്തതുകൊണ്ട് എനിക്കതിൻ്റെ ആ പവർ ബ്രേക്കിങ്ങിനെ പറ്റി കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു 60-ലൊക്കെ പോകുമ്പം നമുക്ക് പിടിച്ചാൽ നിൽക്കുന്നുണ്ട്. രണ്ടും ABS ആയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം സ്ലിപ്പറി റോഡിലൊക്കെ പോയിട്ടും ബ്രേക്കിങ്ങിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. വണ്ടി സ്കിഡായി വലിച്ചുകൊണ്ട് പോകുന്ന ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബ്രേക്കിങ്ങിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്.
വണ്ടിയുടെ സ്റ്റൈലിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. വിൻഷീൽഡ് ഇല്ലാതെയാണ് ഈ വണ്ടി വരുന്നത്. പക്ഷേ ഞാൻ ഈ വിൻഷീൽഡും കൂടെ വെച്ചത് അതെൻ്റെ ഒരു ഇഷ്ടമാണ്. വിൻഷീൽഡ് വെച്ചത് ക്രാഷ് ഗാർഡ് എക്സ്ട്രാ വെച്ചതാണ്. പിന്നെ ബാക്കിൽ സീറ്റിനൊരു സപ്പോർട്ട് അതും എക്സ്ട്രാ വെച്ചതാണ്. സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തു. വൈറ്റ് കളർ എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്. ഗ്രേയും ചോയ്സിലുണ്ടായിരുന്നു, എങ്കിലും രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് വൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ വൈറ്റിലേക്ക് പോയത്. കളർ കോമ്പിനേഷൻ എല്ലാം ഇഷ്ടപ്പെട്ടു. സ്റ്റിക്കറിങ് വർക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പം ആ ഒരു സൈഡും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഈ 70 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് എനിക്ക് 40 മുകളിൽ മൈലേജ് കിട്ടിയെന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ഒരു റൈഡ് പാറ്റേൺ അങ്ങനെ ആയതുകൊണ്ടാണ് അത് കിട്ടിയത്. കാരണം ഞാൻ ഓവർടേക്കിംഗ് ടെൻഡൻസി ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു 80 മുകളിൽ പോയിട്ടുണ്ടായിരുന്നില്ല, ട്രാഫിക് ഉണ്ടായിരുന്നില്ല. സാധാരണ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുന്ന റോഡ് ചെറിയ വളവുകളും കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ക്രോസ് ചെയ്യാൻ പറ്റിയത് ആയതുകൊണ്ട്, ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എനിക്ക് 43ഓളം മൈലേജ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു, ലോങ് ഡ്രൈവ് ഒന്നുമില്ലേ, എങ്ങോട്ടാണ് ലോങ് ഡ്രൈവ്, സൗത്ത് ഇന്ത്യ ടൂറാണോ നോർത്ത് ഇന്ത്യ ടൂറാണോ ഹിമാലയമാണോ, അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. നിലവിൽ എൻ്റെ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല. അതുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവുകളൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല. എങ്കിലും ഒരു 2 ദിവസം കിട്ടുകയാണെങ്കിൽ ഞാൻ 2 സ്ഥലങ്ങൾ ഞാൻ പ്രിഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ഞാൻ മുന്നേ പോയി എക്സ്പീരിയൻസ് ചെയ്ത സ്ഥലമാണ്. അത് ബാംഗ്ലൂരിൽ നിന്ന് ആക്റ്റീവയിൽ, ഹോണ്ട ആക്റ്റീവയിൽ ഞാൻ പോയൊരു സ്ഥലമാണ്. അത് കർണാടകത്തിലുള്ള ജോഗ് ഫോൾസ്, ഷിമോഗ സാഗര ഏരിയയിലുള്ള ജോഗ് ഫോൾസാണ്. അത് എനിക്ക് ഇവിടുന്ന് ബൈക്കിൽ പോകണം. എൻ്റെ നാട്ടിൽ നിന്ന് ഒരു 350 കിലോമീറ്ററാണുള്ളത് വൺ സൈഡ്. അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. പിന്നെ അത് പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് പോകാൻ ആഗ്രഹമുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് എനിക്ക് കുട്ടിക്കാനം, പുള്ളിക്കാനം, എസ് വളവ്, പരുന്തുംപാറ, അങ്ങനെ ആ ഇടുക്കി കോട്ടയം സൈഡ് ഒന്ന് പോകണമെന്നൊരാഗ്രഹമുണ്ട്. ഇത് രണ്ടുമാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു യാത്ര എന്തായാലും ഞാൻ 5000 കിലോമീറ്റർ ആകുന്നതിന് മുന്നേ പോകുമെന്ന് വിചാരിക്കുന്നു. മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ആ യാത്ര കംപ്ലീറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തൊരു സമയം 2010-11 കാലഘട്ടമായിരുന്നു. ഞാൻ ബാംഗ്ലൂർ ജോലി ചെയ്തിരുന്ന കാലത്താണ്. ബാംഗ്ലൂരിൽ നിന്നായിരുന്നു യാത്രകളൊക്കെ ചെയ്തിരുന്നത്. അന്ന് പോയിരുന്നത് ബസ്സിനോ ട്രെയിനിനോ ആണ്. അപൂർവം ചില യാത്രകൾ മാത്രമാണ് ടു വീലറിൽ പോയിട്ടുണ്ട്. അന്ന് ഞാൻ ബൈക്ക് ഓടിക്കലുണ്ടായിരുന്നില്ല. ഹോണ്ട ആക്റ്റീവയോ സ്കൂട്ടി പെപ്പോ അങ്ങനെയുള്ള സ്കൂട്ടീസൊക്കെയാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത്. ബൈക്കിൽ ഞാൻ എക്സ്പീരിയൻസ്ഡ് ആയിരുന്നില്ല. ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന കാലത്ത് ഒരു ലോങ് പോകാൻ മാത്രമേ പോയിട്ടുള്ളൂ. അത് ബാംഗ്ലൂരിൽ നിന്ന് കുപ്പം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ തനിച്ചായിരുന്നില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അവൻ്റെ ബൈക്കിൽ പോയതാണ്. അവൻ്റെ നാടായിരുന്നു കുപ്പം, ആന്ധ്രയിലാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഏതാണ്ട് 100-130 കിലോമീറ്റർ ഉണ്ട്. അവിടെ തിരിച്ച് ഞാൻ അവിടെ നിന്ന് ട്രെയിനിനാണ് വന്നത്. അങ്ങോട്ട് മാത്രം ബൈക്കിന് പോയി. പക്ഷേ ആ ഒരു നാട് എനിക്ക് ഒരുപാട് ഓർമ്മകൾ തന്നതാണ്. പക്ഷേ അതിൻ്റെ ഒന്നും ആ ഓർമ്മകളൊന്നും ഒപ്പിയെടുക്കാൻ ക്യാമറകളോ കാര്യങ്ങളൊന്നും ഒന്നും കയ്യിലില്ലായിരുന്നുകൊണ്ട് ഒന്നുമില്ല. മനസ്സിലുള്ള കുറച്ച് ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ആ സ്ഥലങ്ങളൊക്കെ, ആ ഉൾനാടുകൾ, കുപ്പത്തിൻ്റെ ഉൾനാടുകൾ, ഗ്രാമങ്ങൾ, വയലുകൾ, അതിൽ പോകുന്ന വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന കനാലുകൾ, അതൊക്കെ വീണ്ടും ഒരിക്കൽ കൂടെ കാണണമെന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ ആ സുഹൃത്തിനെ ഒന്ന് കോൺടാക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്ങനെയെങ്കിലും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ സുഹൃത്തുമുണ്ടെങ്കിൽ, അല്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ പോയാൽ നമുക്ക് താമസിക്കാൻ ഏതെങ്കിലും ഹോട്ടലിൽ താമസിച്ചാൽ മതിയല്ലോ. അപ്പം ഏതാണ്ട് ചെറിയൊരു ഐഡിയ ഉണ്ട് കുപ്പം എന്ന സ്ഥലത്തെപ്പറ്റി. അപ്പം അവിടെ ഒന്നുകൂടെ ഒന്ന് പോകണം. ആന്ധ്രയുടെ ചില ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകണം. അവിടുത്തെ കൃഷിയിടങ്ങളൊക്കെ കാണണം, അവിടുത്തെ ജലസേചന പദ്ധതികളൊക്കെ കാണണം. വിശാഖപട്ടണം ഒരു റൈഡായിട്ട് പോകണം. അതൊക്കെ ഇപ്പം മനസ്സിൽ ഉള്ള ആഗ്രഹങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ ഒരു 4-5 ദിവസം ഉണ്ടെങ്കിൽ ഇവിടുന്ന് പോയി കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റുന്നതാണ്. അതും എനിക്ക് സാധിക്കുമെന്നറിയില്ല, എങ്കിലും മനസ്സിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. കൂടുതലും സോളോ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എങ്കിലും എൻ്റെ ഒരു വൈബിനൊത്ത് പോകാൻ പറ്റുന്ന, അധികം സ്പീഡൊന്നും ഇല്ലാതെ കുറച്ച് പതിയെ ബ്രേക്ക് എടുത്ത് സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച്, ഒരു സ്ഥലം കണ്ട് അവിടെ ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യണം തോന്നി അവിടെ സ്പെൻഡ് ചെയ്ത് ഒക്കെ പോകാൻ പറ്റുന്ന കമ്പനികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളെയും കൂട്ടി പോകാനും എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് റൈഡുകൾ ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ പഴയ പൾസറും അപ്പാച്ചയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഒരു 3 വർഷം മുന്നേക്ക് റൈഡ് പോയിട്ടുണ്ട്. അതിനുശേഷം റൈഡുകളൊന്നും പോയിട്ടില്ല. മറ്റൊരു കാര്യം, എൻ്റെ റൈഡിൽ ഞാനെപ്പോഴും ബൈക്കിൽ ഞാൻ സിംഗിളായിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. പരമാവധി പില്ലിനെ വെച്ച്, എനിക്ക് അങ്ങനെ പില്ലിനെ വെച്ച് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനെ ഓടിക്കാനും ഇഷ്ടമല്ല, ബാക്കിലിരിക്കാനും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ തനിച്ചുള്ള റൈഡാണ് ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്നത്.
ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിലും ഒരുപാട് സ്പീഡൊന്നും ഇല്ലാതെ കുറച്ച് ബ്രേക്ക് എടുത്തിട്ടൊക്കെ പോകുന്ന ഗ്രൂപ്പുകളോടൊക്കെ ചേർന്ന് പോകാൻ എനിക്കിഷ്ടമാണ്. അങ്ങനെയുള്ള ഗ്രൂപ്പുകളുണ്ടെങ്കിൽ ഇനി ഞാൻ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുന്ന റൈഡുകളൊക്കെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. മറ്റൊരു കാര്യം, ഈ വണ്ടിക്ക് ട്രാൻസ്പെറൻറ്റ് വിൻഷീൽഡ് അവൈലബിൾ ഉണ്ടെങ്കിൽ, അത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക, എന്തെങ്കിലും ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. ഞാനിവിടെ എൻ്റെ നാട്ടിൽ കുറച്ച് അന്വേഷിച്ചു, അപ്പോൾ എവിടെയും കിട്ടിയില്ല. റോയൽ എൻഫീൽഡിലും ഈ ഒരു ഒറ്റ കളർ മാത്രമേ വരുന്നുള്ളൂ, ഈ ഡാർക്ക് ബ്ലൂ കളർ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് വിൻഷീൽഡാണ്. അത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. വളരെ പരിമിതമായ സാഹചര്യങ്ങൾ ഒരു സൺഡേ കിട്ടിയ സമയത്ത് റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടാവും. എങ്കിലും കുറവുകളൊന്നും കാര്യമായി പരിഗണിക്കാതെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക, സാധിക്കുന്നവരൊക്കെ കാണുക, കുറച്ച് പേർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരിലേക്കൊക്കെ ഈ വീഡിയോ എത്തിക്കുക. ഒരുപാട് നന്ദി ഉണ്ടാവും. ഞാനീ പോയ റൂട്ടിനെ പറ്റി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഈ പോയ റൂട്ട് ഞാൻ പയ്യാവൂരിൽ നിന്നാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. പയ്യാവൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെമ്പേരി വന്ന് നടുവിൽ മണ്ഡലം, അങ്ങനെ കരുവഞ്ചാൽ വന്ന് ആലക്കോട് വന്ന് തേർത്തല്ലി നിന്ന് പ്രാപ്പോയിൽ വഴി തിരുമേനി വന്ന്, തിരുമേനിയിൽ നിന്ന് താബൂർ വന്ന്, താബൂറിൽ നിന്ന് ഉദയഗിരി കാർത്തിപുരം വന്ന്, അവിടെ നിന്ന് മണക്കടവ് പോയി, മണക്കടവ് വന്ന് തിരിച്ച് വീണ്ടും പയ്യാവൂരേക്ക് വരുവാണ് ചെയ്തത്. ഏതാണ്ട് 70 കിലോമീറ്റർ അങ്ങനെ ഒരു റൗണ്ട് അടിച്ച് വന്നതാണ്. ബൈക്ക് റൈഡേഴ്സിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയ്ക്ക് നിന്ന് പുറത്തുനിന്ന് വരുന്നവരായാലും ഒരുപാട് ട്രാഫിക്കൊന്നും ഇല്ലാതെ, ഒരുപാട് വെയിലുകളൊന്നും ഇല്ലാതെ, നല്ല തണലത്തോടെ മരത്തിൻ്റെ ഷെയ്ഡിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യാനും വിശ്രമിക്കാനും പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ തട്ടുകടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാനും നമുക്ക് ബ്രേക്ക് എടുക്കാനൊക്കെ പറ്റിയ ആംബിയൻസാണ്. അപ്പം സാധിക്കുന്നവർക്കൊക്കെ ഈ റൂട്ട് ട്രൈ ചെയ്യുന്നതാണ്. ഇനി അടുത്തൊരു റൈഡ് ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നത്, എന്തായാലും മിക്കവാറും ഇത് തന്നെയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ സജഷൻ തന്നെയായിരിക്കും അത്. പുള്ളിക്കാനം, കുട്ടിക്കാനം ആ ഒരു ഏരിയ തന്നെ ആയിരിക്കാം. അതല്ലെങ്കിൽ ഒരു പക്ഷേ എറണാകുളമായിരിക്കാം. എന്തായാലും അധികം താമസിക്കാതെ പോകണമെന്ന് വിചാരിക്കുന്നു. ഏതാണ്ട് തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തി ഞാൻ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി. സാധിക്കുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും സമയം കിട്ടുമ്പം ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇട്ട് റോയൽ എൻഫീൽഡുമായിട്ടും വയലിനായിട്ടൊക്കെ വീണ്ടും വരാം. ബൈ, ഗുഡ് ഡേ.